ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ദിവസമാണ്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. കാലത്ത് തന്നെ ഏട്ടൻ പോയപ്പോൾ തന്നെ മഴയായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ സിറ്റൗട്ടിലെല്ലാം നല്ല ചള്ളയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ തൂത്ത് തുടച്ചേക്കാമെന്ന് വെച്ചു. പിന്നെ ഇന്ന് എൻ്റെ അനിയനും കൂടെ വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അനിയനും അവൻ്റെ ഫ്രണ്ടും കൂടിയാണ് വരുന്നത്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പേ പണിയെല്ലാം തീർക്കണം. അവർ കാലത്ത് അവിടുന്ന് കോട്ടയത്താണ്, അവിടുന്ന് 8 മണിക്കെങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേന് ഒരു 1:30-2 മണിയാവുമായിരിക്കും. അത്രയും മണിക്കൂർ, ഒരു 4-4.5 മണിക്കൂറൊക്കെ വേണം. ബസ്സിനാണ് അവർ വരുന്നത്. അയ്യോ, ബസ്സിനല്ല, അവർ ട്രെയിനാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് പോയതാണ് ബസ്സിന്. അപ്പോൾ രാവിലെ തന്നെ മഴയൊന്ന് തോർന്ന ലാക്കിന് തൂത്തേക്കാന്ന് വെച്ചു. നല്ല രസമുണ്ടല്ലോ സ്പീഡിൽ പോകുന്ന കാണാൻ, ഒരു ഗുണ്ടുമണി. മണി എണീറ്റിട്ടില്ല, അവൻ നല്ല ഉറക്കമാണ്. അപ്പോൾ അവൻ എണീക്കുന്നതിന് മുമ്പ് ഈ പരിപാടിയൊക്കെ തീർത്താൽ ഈ മഴയത്ത് ചെറുതായിട്ട് ചാറ്റമഴയൊക്കെ ചാറുന്നുണ്ട്. അല്ല ഇതുവഴി ഓടിക്കളിച്ച് ഇങ്ങനെ നടക്കും. അതുകൊണ്ട് അവൻ എണീക്കുന്നതിന് മുമ്പ് ഈ പരിപാടി തീർത്താൽ ആ പണിയങ്ങ് കഴിഞ്ഞല്ലോ. അങ്ങനെ തൂത്തുവാരൊക്കെ കഴിഞ്ഞു. ഉച്ചയായപ്പോൾ തന്നെ അവർ വരുന്നുണ്ട്. ഉണ്ട് കയറിക്കോ. ശരിക്കും പിച്ചക്കാരെ പോലെ ഉണ്ട് രണ്ടും. കിടന്ന് കാറില്ല, മണി ഉറങ്ങും. പിന്നെ വാ ചീരേര ഉണ്ട്, വാ ചോറ് തരും. ഇവർ വന്നപ്പോഴത്തേന് മണി ഉച്ചക്കത്തെ ഉറക്കമായി. പിന്നെ ഉറങ്ങി എണീറ്റ് വന്നിട്ടുള്ള ഇരിപ്പാണ് കാണുന്നത്. അവൻ്റെ മാമന്മാരും മുണ്ടെടുത്തോണ്ട് അവനും മുണ്ടെടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു കയ്യിൽ 4ആയിട്ട് കീറി കൊടുത്തേക്കും. അവൻ ഏത് സമയം മുണ്ടെടുത്ത് നടക്കുന്നിങ്ങനെ. അപ്പോൾ അവനും വലിയ അച്ചാച്ചനായിട്ട് കളിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എണീറ്റ് വന്ന പടുതിയിലാണ് നിൽക്കുന്നത്. കണ്ണപ്പനെ മനസ്സിലാവുകയൊക്കെ ചെയ്ത് കണ്ണപ്പൻ്റെ എടുക്കലായിരുന്നു ഫുൾ ടൈമും. അവന് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടില്ല ഈ ചെറുക്കൻ. അവർക്കുള്ള സ്പെഷ്യൽ ഞങ്ങളിന്ന് ബീഫും പോർക്കും മീനും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കണം. ബീഫ് കൊണ്ടുവന്നപ്പോഴേ മുളക് തിരുമ്മി വെച്ചു. പിന്നെ 4 മണിക്കുള്ള ചായയൊക്കെ റെഡിയാക്കുവാണ്. എല്ലാം ചായയൊക്കെ ആക്കി അവർ വന്നപ്പോൾ മുതൽ മുകളിൽ കയറി ഇരിപ്പാണ്. കാരണം വേണ്ടിയും എന്ത് പറഞ്ഞിരിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ അടുക്കളയിലായിരുന്നു, അതുകൊണ്ട് അവരവിടെ പോയി പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കാൻ ഞാൻ പോയി വിളിച്ച്, പിന്നെ 2 എണ്ണത്തിനെയും ചായ കുടിക്കാനായിട്ട് താഴോട്ട് വിളിച്ചുകൊണ്ട് വന്നു. അവരവിടെ നിന്ന് എന്ത് പണിയാണെന്ന് അറിയത്തില്ല, എന്ത് പണി ചെയ്യാൻ അവിടെ നിന്ന് ഫോണിൽ കുത്തു തന്നെ. ഏട്ടൻ ഷോപ്പിലായതുകൊണ്ട് അവർ ബോറടിച്ചിരിക്കുകയാണ്. പിന്നെ പോർക്കൊക്കെ വെക്കുന്നതൊക്കെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കയറി കാണുക. അപ്പോൾ 2 കുക്കറിലായിട്ട് ഇരിക്കുന്നത് ബീഫും പോർക്കും കൂടാണ്. അപ്പോൾ വേവിച്ച് വെച്ചാൽ നമുക്ക് പിന്നെ ബാക്കി പയ്യെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. പിന്നെ മണി അതുവഴി ഓടി നടക്കുകയാണ്. മണിയെ താഴത്ത് കൊണ്ടാക്കിയിട്ട് അവൻ ആ ഗേറ്റെല്ലാം അടച്ച് മുകളിലോട്ട് പോയി. പിന്നെ മാമൻ്റെ കൂട്ടിരുന്നിട്ടുള്ള കളിയും അവർ വിശേഷങ്ങളൊക്കെ പറയുകയും കളിക്കുകയും ചിരിക്കുകയും. കണ്ണപ്പനാണ് ചായയൊക്കെ കൊടുക്കുന്നത്. മാമന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ മാമൻ വാരി കൊടുക്കണം, മാമൻ ചായ കൊടുക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബീഫും കാര്യങ്ങളൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നു. നല്ല കളറ് തോന്നുന്നുണ്ടായിരിക്കും, കാശ്മീരി ചില്ലി പൗഡറിൻ്റെയാണ്. നല്ല കളറ്. കണ്ണമ്പ്രവേലേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ ഇടയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത് ഈ പെരുമഴയത്ത്. ഞങ്ങൾക്ക് പിന്നെ വരാനും പോകാനും 2 ആങ്ങളമാരുണ്ട്. അപ്പോൾ അവർ വല്ലപ്പോഴും വരുമ്പോൾ അവരെ അതുപോലെ നോക്കണ്ടേ ഞാൻ. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലുമൊക്കെ വരുന്നത് എനിക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ വിരുന്നുകാരായിട്ട് ചേച്ചി വരുന്നത്, നാത്തൂനിപ്പോൾ വരുന്നതോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വരുന്നതോ അന്നായിരിക്കും ഞങ്ങൾ വീട്ടിൽ ഭയങ്കര ആഘോഷമായിട്ടുള്ള ദിവസം. അല്ലാത്ത ദിവസങ്ങളൊന്നും ഒരു സുഖമില്ലാത്ത ദിവസങ്ങളായിരിക്കും. ചുമ്മാ എന്തോ ഒരു മരിച്ച വീട് പോലെ ഇരിക്കുന്ന ഒരു പ്രതീതിയാണ്. കുഞ്ഞുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ സമയം പോകുന്നു, അത്രമാത്രം. എന്നാലും നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ബന്ധുക്കാരൊക്കെ വരുമ്പോൾ എന്ത് സന്തോഷമാണ്. അവരോട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കുക ഒക്കെ ഒരു വൈബാണ്. അമ്മ ദേ ക്യാബേജ് തോരനും അരിയുന്നുണ്ട്. അപ്പം നമ്മുടെ കറികളൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നു. ബീഫ് റെഡിയാക്കി അങ്ങോട്ട് മാറ്റി. നല്ല മുളക് ചോര പോലെ കിടപ്പുണ്ടല്ലേ. അമ്മ ക്യാബേജിനുള്ള തോരനൊക്കെ തേങ്ങയൊക്കെ ചിരണ്ടുകയാണ്. അപ്പോഴത്തേനും ഞാൻ പോയി കുളിച്ച് റെഡിയായി സുന്ദരിക്കുട്ടപ്പിയായിട്ട് വന്നു. ഏട്ടൻ വന്നിട്ടില്ല, ഏട്ടൻ 8 മണിയാവും വരുമ്പോഴത്തേന്. പിന്നെ ഈ തിരക്കിനിടയ്ക്ക് മണിയെ അമ്മ കുളിപ്പിച്ചു. അവനെ പിന്നെ കഴിക്കാനൊക്കെ ഇരുത്തി പോർക്ക് കൂട്ടിയാണ് കൊടുത്തത്. വലിയ എരിവും കാര്യങ്ങളൊന്നും ഇടാത്തതുകൊണ്ട് അവനത് കഴിച്ചു. അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. വേഗം കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ കാലത്ത്
അവർ പോകാൻ എണീറ്റു. പിന്നെ മണിയെ പോയി അവനാണ് വിളിച്ചത്. ആ എണ്ണീറ്റിലുള്ള ഇരിപ്പാണത്. കണ്ണൻ പോയി എടുത്തുകൊണ്ട് വരികയാണ്. അവന് ചുങ്കപ്പാറയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ടാണ് ഈ എടുക്കുന്നത്. പോവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോടും പോവാന്ന് പറഞ്ഞ് ഇറങ്ങുക. കഴിഞ്ഞ പ്രാവശ്യം അവർ കണ്ണമ്പ്രവേലേക്ക് വന്നപ്പോഴും വാശിയായിരുന്നു, പോണമെന്ന് പറഞ്ഞ് ചിന്നൂട്ടിയോട് പോണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം മാമൻ വന്നപ്പോഴും ഭയങ്കര ഒരു വിഷമം, സങ്കടം. ഇവിടെ ആരും കളിക്കാനില്ലാത്തതുകൊണ്ട്, ജോസൂട്ടി ഉണ്ടായിരുന്നപ്പോൾ കളിക്കാൻ ആളുണ്ടായിരുന്നു. ഇപ്പം അവൻ വീട് മാറിപ്പോയതുകൊണ്ട് മണി ഇപ്പോൾ ശരിക്കും ഒറ്റയ്ക്കായി. ഇതിപ്പോൾ ഒറ്റപ്പൂത്രനായിട്ട് ഇവിടെ വിലസുന്നതുകൊണ്ട് ഇത്തിരി കുറുമ്പും കുസൃതിയും എല്ലാം ഭയങ്കര കൂടുതലാണ്. ഇനി ജൂൺ മുതൽ അംഗൻവാടി വിടണം. അപ്പം മാമൻ്റെ അടുക്കെ പോകാൻ പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുകയാണ്. തൃശ്ശൂർ പാലക്കാട് ബസ്സുണ്ട്. ഇവിടെ വാണിയമ്പലം ഇറങ്ങിയപ്പോൾ ആ ചാരെങ്കിലും വന്ന് കൂട്ടിയിട്ടും വരും. എളുപ്പമുള്ളൂ. ഇഷ്ടം പോലെ ബസ്സാണ് പാലക്കാടേക്ക്. നിർത്തിയേ ബാഗൊക്കെ എടുത്തോ? അംഗൻവാടി നാളെയാണ്. നാളെ മാമൻ അനുഗ്രഹിക്കണമെന്ന് പറ ഉണ്ണിയെ. അതെ, അയ്യോ പരിമളം തുറക്കാതെ. എടാ നിങ്ങൾ പല്ല് വെച്ചോടാ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ണപ്പൻ എന്നാണ് പേര്. കണ്ണൻ്റെ കൂടെ വന്ന ഫ്രണ്ടിന് അവൻ്റെ പെങ്ങളുടെ വീട്ടിൽ വരെ ഒന്ന് പോകണമായിരുന്നു. അവൾ ചാലക്കുടിയാണ് അവളെ കെട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർക്ക് അവിടെയും പോകണമായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ചെന്നിട്ടാണ് അവർ ചാലക്കുടിക്കുള്ള ബസ് കയറി അവിടെ പോയിട്ട് പിന്നെ ആ വഴി കോട്ടയത്തോട്ട് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരിറങ്ങി ഇവരെ കൊണ്ടിറക്കി കഴിഞ്ഞ് അച്ഛൻ തിരിച്ച് വന്നപ്പോൾ നല്ല പെരുമഴയായിരുന്നു. ഭാഗ്യത്തിന് അവരെ അവിടെ വാണിയമ്പാറ കൊണ്ടിറക്കാനായിട്ടാണ് പോകുന്നത്. അവിടുന്ന് തൃശ്ശൂർ ബസ് കിട്ടും. അപ്പോൾ അവിടുന്ന് തിരിച്ച് വന്നപ്പോൾ പെരുമഴ. ഭാഗ്യത്തിന് അവരെ അവിടെ എത്തിച്ചു. അതുകൊണ്ട് കുഴപ്പമില്ലാതെ മഴ നനയാതെ അവർ കയറിപ്പോയി. അവരങ്ങോട്ട് ഇറങ്ങിയ വിഷമം തീർക്കാൻ ഞങ്ങൾ സെൽഫി എടുത്ത് പോസ് ചെയ്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ സൺഡേ ഇങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.